ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഓസം യൂണിവേഴ്സ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ വന്നിരിക്കുന്നത് ആര് കണ്ടാലും അവരുടെ മൈൻഡിനെ വല്ലാതെ ഹോണ്ട് ചെയ്യുകയും ഡിസ്റ്റർബ് ചെയ്യുകയും ചെയ്യുന്ന 5 ഹൊറർ സിനിമകൾ ലിസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് പരിചയപ്പെടുത്താനും സജസ്റ്റ് ചെയ്യാനും വേണ്ടിയിട്ടാണ്. 2017 ഡേവിഡ് ബ്രൂക്കനർ സംവിധാനം ചെയ്ത ഹൊറർ മിസ്റ്ററി ത്രില്ലറാണ് ദി റിച്വൽ എന്ന സിനിമ. 2011 ആഡം നീവിൽ എഴുതിയ സെയിം ടൈറ്റിലുള്ള നോവലിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഈ സിനിമയെന്നും അതുകൊണ്ട് തന്നെ ഇത് ട്രൂ സ്റ്റോറീനെ ബേസ് ചെയ്തിട്ടാണെന്നും പറയപ്പെടുന്നുണ്ട്. ഹൊറർ ഫ്ലിക് ഫാൻസിന് പറ്റിയ സിനിമയാണ്, അവർക്ക് ഇഷ്ടപ്പെടുന്ന സിനിമയാണ്. അത് മാത്രമല്ല, ഇത് നെറ്റ്ഫ്ലിക്സിൽ അവൈലബിൾ ആണ്. കുട്ടികൾക്ക് പറ്റിയ സിനിമയല്ല. 2005 പുറത്തിറങ്ങിയ മോൺസ്റ്റർ എന്ന ഷോർട്ട് ഫിലിമിനെ അടിസ്ഥാനമാക്കിയിട്ട് ജെനിഫർ കെൻ സംവിധാനം ചെയ്ത മിസ്റ്ററിക്കൽ ഹൊറർ സൈക്കോളജിക്കൽ ത്രില്ലറാണ് ബാബഡൂക്ക് എന്ന സിനിമ. സിനിമയെ സംബന്ധിച്ചുള്ള ജമ്പ് സ്കെയർസ്, പിന്നെ പേടിപ്പിക്കുന്ന മോൺസ്റ്റർ രൂപങ്ങൾ അങ്ങനെ ഒന്നും തന്നെയില്ല. ഇതിൽ അതിൻ്റെ അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്ത് ക്രീപ്പിനെസ്സും BGM ഒക്കെ വെച്ചിട്ട് പേടിപ്പിക്കുന്ന അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്ത് കണ്ടുകൊണ്ടിരിക്കുന്നവരുടെ മൈൻഡിനുള്ളിൽ ഭീതി ജനിപ്പിക്കുക മാത്രമാണ് ചെയ്യുന്നത്. ഈ സിനിമയുടെ ക്ലൈമാക്സിൽ ഒരു ഗംഭീര ട്വിസ്റ്റ് ഉണ്ട്. അത് ഏതെങ്കിലും മലയാള സിനിമയുമായിട്ട് ബന്ധം തോന്നിയാൽ വെറും യാദൃച്ഛികം മാത്രം. അടുത്തതായി പരിചയപ്പെടുത്താൻ പോകുന്ന സിനിമയാണ് 2014 പുറത്തിറങ്ങിയ ബാബഡൂക്ക് എന്ന സിനിമ. 2018 അരി ആസ്റ്റർ എഴുതി സംവിധാനം ചെയ്ത സൂപ്പർ നാച്ചുറൽ ഹൊറർ മിസ്റ്ററി ത്രില്ലർ ആയ ഹെയർഡിറ്ററി ആണ് മൂന്നാമത്തെ സജഷൻ. ആദ്യം തന്നെ ഹെയർഡിറ്ററി നോട്ട് ഫോർ എവരി വൺ എന്നാണ് പറയുന്നത്. എന്താണെന്ന് വെച്ചാൽ ഇത് അത്രയും എക്സ്ട്രീംലി ഡാർക്കായ ക്രീപ്പി ഹൊറർ മൂവിയാണ്. സ്ക്രീമിങ്, ന്യൂഡിറ്റി, പിന്നെ ഡെഡ്ലി കാർ ആക്സിഡന്റ്, അങ്ങനെ ഒരുപാട് സീക്വൻസുകളും വിഷ്വൽസൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ കാണണം എന്നുള്ളവർ കണ്ടു നോക്കിക്കോളൂ. ഇത് വല്ലാണ്ട് ഡിസ്റ്റർബ് ചെയ്യുന്ന, കണ്ടുകൊണ്ടിരിക്കുന്നവരുടെ മൈൻഡ് ഭയങ്കരമായിട്ട് ഡിസ്റ്റർബ് ചെയ്യുന്ന ഒരു തരത്തിലുള്ള സിനിമയാണ്. പിന്നെ കുട്ടികളെ കാണിക്കണോ വേണ്ടോ എന്നുള്ളത് അവരുടെ പാരൻസ് തന്നെ തീരുമാനിക്കുക. 5ാമത്തെ സിനിമയാണ് ആൻഡ്രം. ഈ സിനിമയെ സംബന്ധിച്ച് ഒരു ഡെഡ്ലി ആയ ഹിസ്റ്ററി തന്നെ ഈ സിനിമയുടെ പിന്നിലുണ്ട്. ഡെഡ്ലിയസ്റ്റ് ഫിലിം എവർ മെയ്ഡ് എന്ന് അവകാശപ്പെടുന്ന ആൻഡ്രം എന്ന കനേഡിയൻ ഹൊറർ ത്രില്ലർ മൂവി പുറത്തിറങ്ങുന്നത് 2018 1979 ഹംഗറിയിലാണ് ആൻഡ്രം എന്ന മൂവിയുടെ ഒറിജിനൽ സിനിമ റിലീസ് ചെയ്യുന്നത്. അന്ന് ഈ സിനിമ ഓടിക്കൊണ്ടിരുന്ന തിയേറ്ററിൽ 56ഓളം പേര് വെന്ത് മരിച്ചു. ഇത് സിനിമയിൽ നിന്ന് വന്ന ഒരു എഫക്റ്റ് ആണെന്നും സാത്താൻ്റെ കളികളാണെന്നും ഒക്കെയാണ് ആളുകൾ വിശ്വസിച്ചിരുന്നത്. ശേഷം ഇതൊരാളക്കൊല്ലി സിനിമയാണെന്ന് ആൾക്കാരെ അറിയിച്ചുകൊണ്ട് തന്നെ വേണമെന്നുള്ളവർ വന്ന് കണ്ടുകൊള്ളുന്ന രീതിയിൽ ഇത് വർഷങ്ങൾക്ക് ശേഷം റിലീസ് ചെയ്യുകയും ആളുകൾ വന്ന് കാണുകയും ഈ സിനിമ കണ്ടതിന് ശേഷം ആൾക്കാർക്കൊരു പരിഭ്രാന്തി ഉണ്ടാവുകയും അവർ എക്സിറ്റ് ഡോർ വഴി പുറത്തേക്ക് ഓടാൻ നോക്കുമ്പോൾ എക്സിറ്റ് ഡോറ് എങ്ങനെയോ ലോക്കായി പോവുകയും ആൾക്കാർ അതിനകത്ത് കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കലഹിക്കുകയും പരിഭ്രാന്തരാവുകയും ചെയ്തു. ഇതിനെ തുടർന്ന് വലിയ ലഹളയിൽ ഒരു പ്രഗ്നന്റ് ലേഡി മരണപ്പെടുകയും ചെയ്തു. എന്നിട്ട് ഇതിൻ്റെ റിപ്പോർട്ട് വരുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന എല്ലാ ആൾക്കാരുടെയും ബോഡിയിൽ LSD എന്നുള്ള ഡ്രഗ് കലർന്നതായിട്ട് പറയുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇതിൽ ശരിക്കും സംഭവിച്ചത് പോപ്കോൺ ഷോപ്പിലെ പോപ്കോൺ ഉണ്ടാക്കുന്ന ആളിൻ്റെ കയ്യിൽ നിന്ന് ഈ ഡ്രഗ് പോപ്കോണിലേക്ക് കലരുകയും അത് കഴിച്ചിട്ട് ആണ് ഈ ആൾക്കാർക്ക് ഡ്രഗ് പോപ്കോണിൽ കലർന്നിട്ടാണ് ആൾക്കാർക്ക് ഇത്രയും മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടായതെന്നും പോലീസ് റിപ്പോർട്ടിൽ കണ്ടെത്തി. ഇത്രയും നല്ല ഹിസ്റ്ററി ഉള്ളൊരു ശപിക്കപ്പെട്ട സിനിമ പിൽക്കാലത്ത് ആരും കാണരുതെന്ന് എല്ലാവരും ആഗ്രഹിച്ചു. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ കോപ്പീസും ഡോക്യുമെൻസും കാര്യങ്ങളെല്ലാം വാനിഷ് ആണ്. 25 വർഷങ്ങൾക്ക് ശേഷം ഒരു ഡോക്യുമെൻ്ററി ചെയ്യുന്ന ടീം വന്ന് ഈ സിനിമയെ പറ്റി അന്വേഷിക്കുകയും അതിനെപ്പറ്റി റിസർച്ച് ചെയ്യുകയും മരണപ്പെട്ടവരുടെ വിവരങ്ങൾ ശേഖരിക്കുകയും ചെയ്തിട്ട് 2018 ഈ സെയിം ടൈറ്റിൽ വെച്ചിട്ട് ഒരു ഡാർക്ക് മൂവി സിനിമ തുടങ്ങുന്നത് തന്നെ ഈ സിനിമ കാരണം എന്തെങ്കിലും തരത്തിൽ ആളുകൾക്ക് ബുദ്ധിമുട്ടോ മരണമോ ഒക്കെ സംഭവിച്ചാൽ സിനിമയുടെ അണിയറ പ്രവർത്തകർക്ക് യാതൊരു റെസ്പോൺസിബിലിറ്റിയും ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് വേണ്ടിയിട്ട് സജസ്റ്റ് ചെയ്യണമെന്ന് തോന്നിയ 5 സിനിമകളാണ് ഞാനിവിടെ സജസ്റ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ സിനിമ ഇതുവരെ കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കിക്കോളൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.